നമ്മുടെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മെത്തഡോളജി ആൻഡ് പെർസ്പെക്റ്റീവ്സ് ഓഫ് ബിസിനസ് എഡ്യൂക്കേഷനും മറ്റൊരു ക്ലാസ്സാണ്. ഇതിൽ മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് ഓഫ് കളക്ടിങ് ആൻഡ് ലേണിംഗ് ബിസിനസ് ഇൻഫർമേഷനാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പം മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് ഓഫ് കളക്ടിങ് ആൻഡ് ലേണിംഗ് ബിസിനസ് ഇൻഫർമേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ പറയാൻ വേണ്ടിയാണ് ഈ ഫ്ലോ ചാർട്ട് കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ജസ്റ്റ് ഇത് ഒന്ന് വരച്ചിട്ടാൽ പെട്ടെന്ന് ഏതൊക്കെ പോയിൻ്റ് എവിടെയൊക്കെയാണെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് ഓഫ് കളക്ടിങ് ബിസിനസ് ഇൻഫർമേഷനാണ്. അപ്പോൾ മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് ഓഫ് കളക്ടിങ് ബിസിനസ് ഇൻഫർമേഷനും ഉണ്ട്, മെത്തേഡ്സ് ഓഫ് ലേണിംഗ് ബിസിനസ് ഇൻഫർമേഷനും ഉണ്ട്. അപ്പം മെത്തേഡ്സ് ഓഫ് ആൻഡ് ടെക്നിക്സ് ഓഫ് കളക്ടിങ് ബിസിനസ് ഇൻഫർമേഷനാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. അപ്പം മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് ഓഫ് കളക്ടിങ് ബിസിനസ് ഇൻഫർമേഷൻ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. പ്രൈമറി ഡേറ്റ എന്നും സെക്കൻഡറി ഡേറ്റ എന്നും. ഇത് നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്. നിങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ചവരാണെങ്കിൽ, ഓപ്ഷണലായിട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ചവരാണെങ്കിൽ നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചതാണ്. അല്ലെങ്കിൽ എക്കണോമിക് സ്റ്റാറ്റിനകത്ത്, എക്കോ സ്റ്റാറ്റിനകത്തും നിങ്ങളിത് തന്നെ പഠിച്ചതാണ്. അപ്പം ഡേറ്റയെ നമുക്ക് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം? പ്രൈമറി ഡേറ്റയെന്നും അതുപോലെ തന്നെ സെക്കൻഡറി ഡേറ്റയെന്നും ക്ലാസിഫൈ ചെയ്യാം. പ്രൈമറി ഡേറ്റയെ പിന്നെ എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാം, അതുപോലെ സെക്കൻഡറി ഡേറ്റ എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ പ്രൈമറി ഡേറ്റയെ ക്ലാസിഫൈ ചെയ്ത് നോക്കൂ. പ്രൈമറി ഡേറ്റയെ 4ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. സർവേ മെത്തേഡുണ്ട്, ഇൻ്റർവ്യൂ മെത്തേഡ്, ഒബ്സർവേഷൻ മെത്തേഡ്, ഫോക്കസ് ഗ്രൂപ്പ് ഇൻ്റർവ്യൂ മെത്തേഡ്. ഇനി ഈ സർവേ മെത്തേഡിനെ നമുക്ക് വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ക്വസ്റ്റ്യനെയറും ചെക്ക് ലിസ്റ്റും എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ ഇതാണ് പ്രൈമറി ഡേറ്റയുടെ ക്ലാസിഫിക്കേഷൻ. സെക്കൻഡറി ഡേറ്റയെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. പബ്ലിഷ്ഡ് സോഴ്സ് എന്നും അൺപബ്ലിഷ്ഡ് സോഴ്സ് എന്നും. അപ്പോൾ ഇത് ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുമ്പോൾ ഓരോന്നും എന്താണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. ഇപ്പോൾ ജസ്റ്റ് ഈ ഫ്ലോ ചാർട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒന്ന് കാണിച്ചിരിക്കുന്നതേ ഉള്ളൂ. പെട്ടെന്ന് ഒരുപാട് പേജസ് ഉണ്ട് ഈ മൊഡ്യൂള്. അപ്പം മൊഡ്യൂൾ മൊത്തത്തിൽ ഇങ്ങനെ പോകുമ്പോൾ കൺഫ്യൂഷൻ ആവാതിരിക്കാനാണ് ഈ ഒരു ഫ്ലോ ചാർട്ടിൽ കാണിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് മെത്തേഡ്സ് ഓഫ് ലേണിംഗ് ബിസിനസ് ഇൻഫർമേഷനാണ്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. അപ്പം മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് ഓഫ് കളക്ടിങ് ബിസിനസ് ഇൻഫർമേഷന് ഫസ്റ്റ് പാർട്ട് പ്രൈമറി ഡേറ്റയാണ്. എങ്ങനെയാണ് നമ്മൾ ബിസിനസ് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നത്? അപ്പോൾ ആദ്യത്തേത് പ്രൈമറി ഡേറ്റ. പ്രൈമറി ഡേറ്റ എന്താണെന്ന് ഇനി പറയുന്നത്. പ്രൈമറി ഡേറ്റ ആർ ദോസ് ഡേറ്റ വിച്ച് ആർ കളക്റ്റഡ് ഫോർ ദ ഫസ്റ്റ് ടൈം ആൻഡ് ഒറിജിനൽ ഇൻ ക്യാരക്ടർ. ഇപ്പോൾ പ്രൈമറി ഡേറ്റ എന്താണ് നമ്മൾ പറയുന്നത്? ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ എന്നാണ് പ്രൈമറി ഡേറ്റയെ നമ്മൾ പറയുന്നത്. ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ ഒരു റിസർച്ചറോ അല്ലെ ആരാണോ നേരിട്ട് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ പ്രൈമറി ഡേറ്റ എന്ന് പറയും. പ്രൈമറി ഡേറ്റ എപ്പോഴും എന്തായിരിക്കും? ഒരു റോ മെറ്റീരിയൽ ആയിരിക്കും. അതായത് നമുക്ക് എങ്ങനെയാണോ കിട്ടുന്നത് ആ രീതിയിൽ തന്നെയായിരിക്കും നമ്മൾ അതിനെ മനസ്സിലാക്കിയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിനെയാണ് എന്തെന്ന് പറയുന്നത്? പ്രൈമറി ഡേറ്റ എന്ന് പറയുന്നത്. അപ്പോൾ പ്രൈമറി ഡേറ്റയ്ക്ക് 4 മെത്തേഡ്സ് ആണുള്ളത്. സർവേ മെത്തേഡ്, ഇൻ്റർവ്യൂ മെത്തേഡ്, ഒബ്സർവേഷൻ മെത്തേഡ്, ഫോക്കസ് ഗ്രൂപ്പ് ഇൻ്റർവ്യൂ മെത്തേഡ്. അപ്പോൾ ആദ്യം ഇതിലുള്ളത് സർവേ മെത്തേഡാണ്. അപ്പോൾ പ്രൈമറി ഡേറ്റ എന്താണെന്നറിയാലോ? ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷനെയാണ് നമ്മൾ പ്രൈമറി ഡേറ്റ എന്ന് പറയുന്നത്. ഡേറ്റ കളക്റ്റഡ് ആയിട്ട് ഫസ്റ്റ് ടൈം ആദ്യമായിട്ട് ഡേറ്റയെ കളക്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ പ്രൈമറി ഡേറ്റ എന്ന് പറയും. ഇനി എന്താണ് സർവേ മെത്തേഡ്? സർവേ മെത്തേഡ് എന്താണെന്നാണ് പറയുന്നത്? സർവേ റെഫേഴ്സ് ടു എ ബ്രീഫ് ഇൻ്റർവ്യൂ ആൻഡ് ഡിസ്കഷൻ വിത്ത് ഇൻഡിവിജ്വൽ അബൌട്ട് എ സ്പെസിഫിക് ടോപ്പിക്. ഒരു സ്പെസിഫിക് ടോപ്പിക്കിനെ കുറിച്ച് ഒരു ഇൻഡിവിജ്വലിൻ്റെ അടുത്ത് ഇൻ്റർവ്യൂ നടത്തുകയോ അല്ലെങ്കിൽ ഡിസ്കഷൻ നടത്തി ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ സർവേ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ സർവേ മെത്തേഡ് എന്താണ്? ഒരാൾ ആരാണോ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നത് അവർ ഇൻ്റർവ്യൂ വഴിയോ അല്ലെങ്കിൽ ഡിസ്കഷൻ വഴിയോ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ സർവേ മെത്തേഡ് എന്ന് പറയുന്നത്. സർവേ മെത്തേഡിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ക്വസ്റ്റ്യനെയർ മെത്തേഡും അതുപോലെ തന്നെ ചെക്ക് ലിസ്റ്റും. അപ്പോൾ ക്വസ്റ്റ്യനെയർ നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുള്ളതാണ്. ക്വസ്റ്റ്യനെയർ എന്താണ്, എങ്ങനെയാണ് ഡേറ്റ കളക്ട് ചെയ്യുന്നത്. ചെക്ക് ലിസ്റ്റ് ഒരുപക്ഷെ നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുമായിരിക്കും. അപ്പോൾ എന്താണ് ഇനി ക്വസ്റ്റ്യനെയർ? ക്വസ്റ്റ്യനെയർ എന്താണ്? നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാണ്? പ്രിപ്പയർ ചെയ്യുകയാണ്. എന്നിട്ട് ആരൊക്കെ അടുത്തുനിന്നാണോ നമുക്ക് ഇൻഫർമേഷൻ വേണ്ടത് അവരുടെ അടുത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഈ ക്വസ്റ്റ്യൻസ് കൊടുത്ത് ഫില്ല് ചെയ്ത് വാങ്ങുന്നതിനെയാണ് നമ്മൾ ക്വസ്റ്റ്യനെയർ മെത്തേഡ് എന്ന് പറയുന്നത്.
Questionnaire is a set of questions pertaining to a problem under study which is prepared by the investigator and filled by the informants. ആർക്കാണോ ഇൻവെസ്റ്റിഗേറ്റർ എന്ത് ചെയ്യാണ് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിട്ട് റെസ്പോണ്ടൻ്റെ കൈ കൊടുക്കുകയാണ്, റെസ്പോണ്ടൻ്റ് അത് ഫില്ല് ചെയ്തിട്ട് എന്ത് ചെയ്യും നമുക്ക് തിരിച്ച് തരും. അതിനെയാണ് നമ്മൾ ക്വസ്റ്റ്യനെയർ മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ ഡിഗ്രിക്ക് പ്രോജക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇതുപോലെ ക്വസ്റ്റ്യനെയർ പ്രിപ്പയർ ചെയ്യും. 20-25 ക്വസ്റ്റ്യൻസ് അടങ്ങുന്ന ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യും. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, കുറച്ച് പേരുടെ കൈ കൊടുത്തിട്ട് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യും. അതിനെയാണ് ക്വസ്റ്റ്യനെയർ എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് ഈ ക്വസ്റ്റ്യനെയറിൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും എന്നാണ് ഇനി പഠിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യനെയറിൻ്റെ മെറിറ്റ്സ് ആണ് ഇനി പറയുന്നത്. ഈസി അഡോപ്റ്റഡ്. This method can be easily adopted even if the field investigation is vast and informants are spread over a wide area. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈസിലി അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ക്വസ്റ്റ്യനെയർ എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഇൻഫർമേഷൻ വേണ്ടവരൊക്കെ പല സ്ഥലത്തുള്ളവരായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഫില്ല് ചെയ്ത് ക്വസ്റ്റ്യനെയർ എന്ത് ചെയ്യുക, ഓരോരുത്തരുടെ കൈ കൊടുക്കുക. അവർ ഇൻഫർമേഷൻ എഴുതിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യും, തിരിച്ചു തരും. അതുകൊണ്ട് തന്നെ ഇതെന്താണ്, ഒരു ഈസിലി അഡോപ്റ്റഡ് മെത്തേഡാണ്. Second one, it is most economical method in terms of time and money. എക്കണോമിക്കലാണ്, അതായത് ടൈമും മണി എന്ത് മതി, കുറച്ച് സമയവും അതുപോലെ തന്നെ കുറച്ച് മണിയും മതി, കുറച്ച് പൈസയുടെ ചിലവേ വരത്തുള്ളൂ. എന്താണ്, ഇൻഎക്സ്പെൻസീവ് ആണ്, എക്സ്പെൻസീവ് അല്ല. അതുപോലെ തന്നെ എന്താണ്, ടൈം കൺസ്യൂമിങ് ആണ്. അതാണ് എക്കണോമിക്കൽ മെത്തേഡ് ഇൻ ടേംസ് ഓഫ് ടൈം ആൻഡ് മണി എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്, ഇഫ് ദ ഇൻവെസ്റ്റിഗേഷൻ ഈസ് പ്രോപ്പർലി കണ്ടക്റ്റഡ് ദിസ് മെത്തേഡ് എൻഷുർ എ റീസണബിൾ സ്റ്റാൻഡേർഡ് ഓഫ് ആക്യുറസി. ഈ മെത്തേഡ് നമ്മൾ കറക്റ്റ് പ്രോപ്പർലി ആണ് ചെയ്യുന്നതെങ്കിൽ ഇതെന്താണ്, സ്റ്റാൻഡേർഡ് ഓഫ് ആക്യുറസി, കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ ആയിരിക്കും നമുക്ക് എപ്പോഴും കിട്ടുന്നത്, ആക്യുറേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ നമ്മൾ 3 പോയിൻ്റ് പഠിച്ചു. ഒന്ന്, ഇത് ഈസിലി അഡോപ്റ്റഡ് ആണ്. രണ്ടാമത്തെ, ടൈം കൺസ്യൂമിങ് ആണ്, അതുപോലെ ഇൻഎക്സ്പെൻസീവ് ആണ്. തേർഡ് വൺ എന്ന് പറയുന്നത് എന്താണ്, ആക്യുറേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത്, ഇൻഫർമേഷൻ ഈസ് കളക്റ്റഡ് അണ്ടർ ദിസ് മെത്തേഡ് ഈസ് മോർ ഒതൻറ്റിക് ആസ് ഇറ്റ് ഈസ് ഒറിജിനൽ. നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ എപ്പോഴും എന്തായിരിക്കും, ഒറിജിനൽ ആയിരിക്കും, ഒറിജിനൽ ഇൻ നേച്ചർ ആയിരിക്കും നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസ്. കാരണം എന്താണ്, നമ്മൾ നേരിട്ട് എന്ത് ചെയ്യാണ്, ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാണ്, ക്വസ്റ്റ്യൻസ് എഴുതി കൊടുക്കുകയാണ്, അതിനവർ എന്ത് ചെയ്യും, ഫില്ല് ചെയ്ത് ആൻസേഴ്സ് തരും. അതുകൊണ്ട് തന്നെ ഇൻഫർമേഷൻ എന്തായിരിക്കും, ഒറിജിനൽ ഇൻ നേച്ചർ ആയിരിക്കും. ഇനി നെക്സ്റ്റ് 5ാമത്തെ പോയിന്റ് പറഞ്ഞിരിക്കുന്നത്, ദർ ഈസ് നോ ചാൻസസ് ഓഫ് പേഴ്സണൽ ബയാസ് ആൻഡ് പ്രെജുഡീസ് on the part of investigator as the answers are given directly by the respondent. എന്താണ്, നോ ചാൻസസ് ഓഫ് പേഴ്സണൽ ബയാസ് ഉണ്ടാവത്തില്ല. കാരണം എന്താണ്, ഇൻവെസ്റ്റിഗേറ്റർ ക്വസ്റ്റ്യൻസ് മാത്രമേ കൊടുക്കുന്നുള്ളൂ, റെസ്പോണ്ടൻ്റ് ആണ് അതെന്ത് ചെയ്യുന്നത്, ഫില്ല് ചെയ്ത് തരുന്നത്. അവരെന്ത് ചെയ്യാണ്, ഫില്ല് ചെയ്ത് തരികയാണ്. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റിഗേറ്റർക്ക് അതിൽ ഇടപെടാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റിഗേറ്ററിന് അതിനെന്ത് ഒരു ബയാസും വരുത്താൻ പറ്റത്തില്ല, അയാളുടെ കൈകടത്തലൊന്നും എന്ത് ചെയ്യത്തില്ല, സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ദർ ഈസ് നോ ചാൻസസ് ഓഫ് പേഴ്സണൽ ബയാസ്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ഓർ മെറിറ്റ്സ് ആയിട്ട് തന്നിരിക്കുന്നത്. ഈസിലി അഡോപ്റ്റഡ് ആണ്, ടൈം ആൻഡ് മണി സേവിങ് ഉണ്ട്, ആക്യുറേറ്റ് ആണ്, ഒറിജിനൽ ആണ്, അതുപോലെ തന്നെ നോ ചാൻസസ് ഓഫ് പേഴ്സണൽ ബയാസ്. ഇനി അടുത്ത് നോക്കുന്നത് ഡിമെറിറ്റ്സ് ഓഫ് ക്വസ്റ്റ്യനെയർ ആണ്. ക്വസ്റ്റ്യനെയർ കൊടുക്കുന്നതുകൊണ്ടുള്ള ഡിമെറിറ്റ്സ്. നമ്മൾ ആദ്യം പഠിച്ചത് മെറിറ്റ്സ് ആണ്. മെറിറ്റ്സ് കഴിഞ്ഞ് ഇനി എന്തൊക്കെ ഡിമെറിറ്റ്സ് ആണ് ഉള്ളത്. ഫസ്റ്റ് വൺ, ദിസ് മെത്തേഡ് ക്യാൻ ബി അഡോപ്റ്റഡ് ഓൺലി വേർ ദ ഇൻഫോർമൻസ് ആർ ലിറ്ററേറ്റ്. അതായത് ഇൻഫർമൻസിനൊക്കെ എഴുതാനും വായിക്കാനും അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഡേറ്റ കളക്ട് ചെയ്യാൻ പറ്റൂ. കാരണം നമ്മൾ എന്ത് ചെയ്യാത്തുള്ളൂ, ക്വസ്റ്റ്യനെയർ അങ്ങ് കൊടുക്കുന്നേ ഉള്ളൂ, അവരാണ് ഫില്ല് ചെയ്ത് തിരിച്ച് തരേണ്ടത്. അതുകൊണ്ട് തന്നെ എന്താണ്, നമുക്ക് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നതിന് താമസം ഉണ്ടാവും. അവർ ലിറ്ററേറ്റ് ആണെങ്കിൽ മാത്രമേ അത് നമുക്ക് കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ തരാൻ കഴിയൂ. അത് ക്വസ്റ്റ്യനെയർ മെത്തേഡിൻ്റെ ഒരു ഡിമെറിറ്റ്സ് ആണ്. ഓൺലി വേർ ദ ഇൻഫർമൻസ് ആർ ഇല്ലിറ്ററേറ്റ് ആണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യനെയർ മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല.
സെക്കൻഡ്, ദ സക്സസ് ഓഫ് ദിസ് മെത്തേഡ് ഫുള്ളി ഡിപ്പെൻഡ് അപ്പോൺ ദ കോപ്പറേഷൻ ഓഫ് റെസ്പോണ്ടൻറ്റ്. അതായത് നമ്മൾ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നവർ നല്ല രീതിയിൽ നമ്മളോട് ബിഹേവ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഇൻഫർമേഷൻസ് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ കുറേ പേർക്ക് ക്വസ്റ്റ്യൻസ് കൊടുക്കുകയാണ്, അവർക്ക് താല്പര്യമില്ലെങ്കിൽ എന്ത് ചെയ്യത്തില്ല, അവർ ഫില്ല് ചെയ്യത്തില്ല. അവർ നമ്മളോട് നല്ല രീതിയിൽ കോപ്പറേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് വേണ്ടുന്ന ഇൻഫർമേഷൻസ് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതാണ് പറയുന്നത്, ഫുള്ളി ഡിപ്പെൻഡ് അപ്പോൺ ദ കോപ്പറേഷൻ ഓഫ് ദ റെസ്പോണ്ടൻസിൻ്റെ കോപ്പറേഷൻ അനുസരിച്ചാണ് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ കഴിയത്തുള്ളൂ. തേർഡ് പോയിൻറ്റ്, ദി ഇൻഫർമേഷൻ ഗിവൺ ബൈ ദ റെസ്പോണ്ടൻറ്റ് മേ ബി വാഗു ആൻഡ് അൺഇൻ്റലിജിബിൾ ആൻഡ് ഇൻ സർട്ടൻ കേസ് ഇൻഫർമേഷൻ ഒബ്റ്റെയിൻഡ് മേ നോട്ട് ബി യൂസ്ഫുൾ. ചില സമയത്ത് അവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, യൂസ് ചെയ്യാൻ പറ്റാതെ ആവും. അവരുടെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിന്നോ അവരുടെ ഒരു ഇൻ്റലിജൻസ് ഉപയോഗിച്ച് മാത്രമായിരിക്കും ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. കാരണം അവർക്ക് അതിൽ എത്രത്തോളം നോളജ് ഉണ്ടോ ആ രീതിയിലായിരിക്കും ഇൻഫർമേഷൻസ് തരുന്നത്. ആ ഇൻഫർമേഷൻസ് നമുക്ക് എപ്പോഴും എന്ത് ചെയ്യാൻ പറ്റണോ യൂസ് ചെയ്യാൻ പറ്റണമെന്നില്ല. ഫോർത്ത് വൺ, ദിസ് മെത്തേഡ് ഈസ് നോട്ട് ഫ്ലെക്സിബിൾ. ഇത് ഫ്ലെക്സിബിൾ അല്ല. കാരണം എന്ന് വെച്ചാൽ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നവർക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഫില്ല് ചെയ്യാൻ പറ്റത്തില്ല. ഇൻഫർമേഷൻ നമുക്ക് തരുന്ന റെസ്പോണ്ടൻസിന് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, അത് ഫില്ല് ചെയ്ത് തരാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതെന്താണ്, ഫ്ലെക്സിബിൾ അല്ല, റിജിഡാണ്. അതാണ് അതിൻ്റെ 4 ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് വന്നിരിക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് എന്താണ്, റെസ്പോണ്ടൻ്റ് അല്ല, ലിറ്ററേറ്റ് ആയിരിക്കണം, എങ്കിൽ മാത്രമേ ഇത് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സെക്കൻഡ്, അവർ നമ്മളോട് നല്ല രീതിയിൽ കോപ്പറേറ്റ് ചെയ്ത് ആൻസേഴ്സൊക്കെ ഫില്ല് ചെയ്താൽ മാത്രമേ ഇൻഫർമേഷൻസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റൂ. പിന്നെ പറയുന്നത്, ആ ഇൻഫർമേഷൻസ് എല്ലാം എപ്പോഴും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റണമെന്നില്ല. കാരണം അവരുടെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിന്നായിരിക്കും അവർ ഇൻഫർമേഷൻസ് തരുന്നത്. ലാസ്റ്റ് വൺ എന്താണ്, ഈ മെത്തേഡ് എന്താണ്, ഫ്ലെക്സിബിൾ അല്ല. ഇത്രയാണ് ക്വസ്റ്റ്യനെയർ മെത്തേഡിനകത്ത് പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ സർവേ മെത്തേഡ് എന്താണെന്ന് പറഞ്ഞു. സർവേ മെത്തേഡിനെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, ക്വസ്റ്റ്യനെയർ മെത്തേഡ് എന്നും ചെക്ക് ലിസ്റ്റ് എന്നും. അതിൽ ക്വസ്റ്റ്യനെയർ എന്താണെന്ന് പഠിച്ചു, അതിൻ്റെ മെറിറ്റ്സും ഡീമെറിറ്റ്സും. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ചെക്ക് ലിസ്റ്റ് എന്താണ്. ക്വസ്റ്റ്യനെയർ പോലെ തന്നെയാണ് ചെക്ക് ലിസ്റ്റും. നമ്മൾ എന്ത് ചെയ്യാണ്, ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യാണ്. അപ്പോൾ നമ്മൾ എക്സലിലൊക്കെ ചെക്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഇത് ഇൻഫർമേഷൻ ആയ വേണ്ടി അവർക്ക് എന്ത് ചെയ്യാണ്, കൊടുക്കുകയാണ്. അവർ നമുക്ക് എന്ത് ചെയ്യണം, അത് ഫില്ല് ചെയ്ത് തരികയാണ്. A checklist is an informational aid used to check and reduce mistake, missing and failure like errors due to limit of human memory and attention. എന്ത് ചെയ്യണം, നമ്മൾ ക്വസ്റ്റ്യൻസ് അവരെ കൊടുക്കുകയാണ്. ഒന്നുകിൽ നമ്മൾ തന്നെ ഫില്ല് ചെയ്യും, അല്ലെ അവരെ കൊണ്ട് എന്ത് ചെയ്യും, ഫില്ല് ചെയ്യിപ്പിക്കുന്നതിനെയാണ് നമ്മൾ ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. ദേ ക്യാൻ ബി ഇൻ ദ ഫോം ഓഫ് ക്വസ്റ്റ്യൻസ് ഓർ ആക്ഷൻസ് ടു ബി ക്യാരീഡ് ഔട്ട്. ഒന്നുകിൽ ക്വസ്റ്റ്യൻസ് ആയിട്ടോ അല്ലെങ്കിൽ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കിയോ ചെയ്യാം. ദ ബേസിക് എക്സാമ്പിൾ ഈസ് ടു ഡു ദ ലിസ്റ്റ്. A more advanced checklist would be schedule where the layout task to be done according to time or other factors. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനെയറും പഠിച്ചിട്ടുണ്ട്, ഷെഡ്യൂളും പഠിച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യനെയർ എന്താണ് നമ്മൾ ഇപ്പോഴും പഠിച്ച്, ക്വസ്റ്റ്യനെയർ എന്ന് പറയുന്നത് നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുകയാണ്, റെസ്പോണ്ടൻ്റ് ആണ് അതെന്ത് ചെയ്യുന്നത്, ഫില്ല് ചെയ്യുന്നത്. പക്ഷേ ഷെഡ്യൂൾഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ക്വസ്റ്റ്യനെയർ നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്യുന്നു, നമ്മൾ തന്നെ അവരുടെ അടുത്ത് പോയി ഇൻഫർമേഷൻസ് ചോദിച്ചിട്ട് നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ, നമ്മൾ തന്നെ അത് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ചെക്ക് ലിസ്റ്റ് ചില ടൈം എന്തായിട്ട് വർക്ക് ചെയ്യും, ഷെഡ്യൂളായിട്ട് തന്നെയാണ് കാണുന്നത്. ഇനി എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ് ചെക്ക് ലിസ്റ്റിനുള്ളത്. ഫസ്റ്റ് വൺ, ചെക്ക് ലിസ്റ്റ് മോട്ടിവേറ്റ് ടു ആക്ഷൻസ് ആൻഡ് കംപ്ലീറ്റ് ദ അസൈൻഡ് ടാസ്ക്. കറക്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. കാരണം ക്വസ്റ്റ്യനെയർ ആണെങ്കിൽ അവർ ചിലപ്പോൾ ഫില്ല് ചെയ്ത് തരത്തില്ല, പക്ഷേ ചെക്ക് ലിസ്റ്റ് ആണെങ്കിൽ നമുക്കും എന്ത് ചെയ്യാൻ പറ്റും, ഫില്ല് ചെയ്യാൻ പറ്റും. സെക്കൻഡ്, ചെക്ക് ലിസ്റ്റ് ഹെൽപ്സ് ടു സ്റ്റേ മോർ ഓർഗനൈസ്ഡ് ബൈ അഷ്വറിങ് ദാറ്റ് ഇൻവെസ്റ്റിഗേറ്റർ ഹാസ് നോട്ട് സ്കിപ്പ്ഡ് എനി സ്റ്റെപ്പ് ഇൻ എ പ്രോസസ്സ്. ഇൻവെസ്റ്റിഗേറ്ററിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒരു സ്റ്റെപ്പും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, സ്കിപ്പ് ചെയ്യാൻ പറ്റത്തില്ല. എല്ലാ സ്റ്റെപ്പും കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യണം, ഒരു ക്വസ്റ്റ്യനോ ആൻസർ ഇടാനോ ഒന്നും പറ്റത്തില്ല. തേർഡ് വൺ, ബൈ ഹാവിങ് ചെക്ക് ലിസ്റ്റ് ഇത് ഇൻവെസ്റ്റിഗേറ്റർ ക്യാൻ കംപ്ലീറ്റ് റെപ്പറ്റേറ്റീവ് ടാസ്ക് മോർ ക്വിക്ക്ലി ആൻഡ് എഫിഷ്യൻ്റ്ലി. അപ്പോൾ ചെക്ക് ലിസ്റ്റ് ഇൻവെസ്റ്റിഗേറ്റർ എന്തായിട്ട് കറക്റ്റ് ക്വിക്ക്ലിയും എഫിഷ്യൻ്റായിട്ടും എന്ത് ചെയ്യുമെന്നാണ് പറയുന്നത്, ചെയ്യുമെന്നാണ് പറയുന്നത്. വിത്ത് എ ഫ്യൂവർ മിസ്റ്റേക്ക്, കുറച്ച് മിസ്റ്റേക്കുകൾ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, കാണത്തുള്ളൂ.
Fourth point, checklist allow the investigator to master the repetitive task and ultimately more brain power for creative activities. ഇൻവെസ്റ്റിഗേറ്ററിന് എന്ത് പറ്റും? കുറേ ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയാസ് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. യൂട്ടിലൈസ് മോർ ബ്രെയിൻ പവർ ഫോർ ക്രിയേറ്റീവ് ആക്ടിവിറ്റീസ്. ഇൻവെസ്റ്റിഗേറ്ററിൻ്റെ ബ്രെയിൻ എന്ത് ചെയ്യാൻ പറ്റും? വർക്ക് ചെയ്യാൻ പറ്റും. മോർ ഇന്നവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് കൊണ്ടുവരാം. ലാസ്റ്റ് പോയിൻറ്റ്, checklist gives more confidence to the investigator while delegating activities. എന്ത് ചെയ്യാൻ പറ്റും? കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ഇൻവെസ്റ്റിഗേറ്ററിന് ഉണ്ടാവും. അപ്പോൾ ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് നല്ലൊരു മെത്തേഡാണ്. ചെക്ക് ലിസ്റ്റ് എന്താണ്? ഇൻവെസ്റ്റിഗേറ്ററിനെ കൂടെ തന്നെ കൂടുതൽ ഇൻഫർമേഷൻസും കാര്യങ്ങളും ചെയ്യാൻ എന്ത് ചെയ്യും? അയാൾക്കൊരു കോൺഫിഡൻറ്റ് ഉണ്ടാവുന്ന മെത്തേഡിനെയാണ് നമ്മൾ ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ സർവേ മെത്തേഡ് എന്താണെന്ന് പറഞ്ഞു. സർവേ മെത്തേഡിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ക്വസ്റ്റ്യനെയർ എന്നും ചെക്ക് ലിസ്റ്റ് എന്നും. ക്വസ്റ്റ്യനെയർ എന്താണെന്ന് പഠിച്ചു, അതിൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും പഠിച്ചു. നെക്സ്റ്റ് ചെക്ക് ലിസ്റ്റ് പഠിച്ചു, അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണെന്ന് പഠിച്ചു. ഇനി ഈ സർവേ മെത്തേഡിൻ്റെ മൊത്തത്തിൽ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ആണ് ഇനി നോക്കുന്നത്. അപ്പോൾ ആദ്യം അഡ്വാൻറ്റേജസ് ഓഫ് സർവേ മെത്തേഡാണ്. അപ്പോൾ ആദ്യത്തെ പോയിൻ്റ് എന്ന് വെച്ചാൽ ഹൈ റെപ്രസെൻറ്റേറ്റീവ്നെസ് ആണ്. അതായത് ഒരു ലാർജ് പോപ്പുലേഷനെ പോലും സർവേ മെത്തേഡിലൂടെ നമുക്ക് കണ്ടക്ട് ചെയ്യാൻ പറ്റും. ഒരു സ്മാൾ ഗ്രൂപ്പിനെ മാത്രമല്ല, ലാർജ് പോപ്പുലേഷനിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റഡി നടത്താൻ പറ്റും. ലാർജ് പോപ്പുലേഷനെയും സ്റ്റഡി നടത്തിയിട്ട് നമുക്ക് ഇൻഫർമേഷൻസ് എന്ത് ചെയ്യാൻ പറ്റും? കളക്ട് ചെയ്യാൻ കഴിയും. അതുകൊണ്ടാണ് അതിനെ ഹൈ റെപ്രസെൻറ്റേറ്റീവ്നെസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിൻ്റ് ലോ കോസ്റ്റ് ആണ്. അതായത് സർവേ മെത്തേഡ് എന്ന് പറയുന്നത് ജസ്റ്റ് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്താൽ മതി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? റെസ്പോണ്ടൻസിൻ്റെ കയ്യിൽ ക്വസ്റ്റ്യൻസ് കൊടുത്ത് ആൻസർ ഫില്ല് ചെയ്യിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ലോ കോസ്റ്റ് ആണ്. ഒരുപാട് ചിലവുകളൊന്നും നമുക്ക് വരുന്നില്ല. ബട്ട് കോസ്റ്റ് ഡിപ്പെൻഡ് ഓൺ സർവേ മോഡ്. ഏത് രീതിയിലുള്ള സർവേ ആണോ യൂസ് ചെയ്യുന്നത് അതനുസരിച്ച് നമുക്ക് കോസ്റ്റിൽ എന്ത് ചെയ്യും? വ്യത്യാസം വരും. പക്ഷേ ഇതൊരെന്താണ്? ലോ കോസ്റ്റ് പ്രോസസ്സാണ് സർവേ മെത്തേഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിൻറ്റ് കൺവീനിയൻറ്റ് ഡേറ്റ ഗാദറിങ് ആണ്. അതായത് നമുക്ക് ഇൻഫർമേഷൻസ് നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും? വാങ്ങാൻ പറ്റും. ദ ക്വസ്റ്റ്യൻ ക്യാൻ ബി സെൻറ്റ് ഇമെയിൽ ഓർ ക്യാൻ ബി അഡ്മിനിസ്ട്രേറ്റ് ത്രൂ ദ ഇൻ്റർനെറ്റ്. എന്താണ്? നമുക്ക് ഒന്നുകിൽ നേരിട്ട് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ വേണ്ടി ക്വസ്റ്റ്യനെയർ കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്താ ഇമെയിലിലൂടെ കൊടുക്കാം, അല്ലെങ്കിൽ ഇൻ്റർനെറ്റിലൂടെയൊക്കെ ഇൻഫർമേഷൻസ് കൊടുക്കാൻ പറ്റും. ഇൻഫർമേഷൻസ് ക്വസ്റ്റ്യൻസ് കൊടുത്ത് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ കൺവീനിയൻ്റ് ആണ്. ഓക്കെ. നെക്സ്റ്റ് പോയിൻറ്റ് ഗുഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ സിഗ്നിഫിക്കൻസ്. അതായത് നമുക്ക് ഏത് രീതിയിലുള്ള സ്റ്റാറ്റിസ്റ്റിക്കലി എന്താണ് സിഗ്നിഫിക്കൻ്റ് റിസൾട്ട് നമുക്ക് കിട്ടും. ദ സർവേ മെത്തേഡ് ഹെൽപ്സ് ടു ഫൈൻഡ് സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കൻറ്റ് റിസൾട്ട് ദാൻ അതർ ഡേറ്റ ഗാദറിങ് മെത്തേഡ്. മറ്റ് മെത്തേഡുകളെ അനുസരിച്ച് മറ്റ് മെത്തേഡുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബെറ്റർ ആയിട്ടുള്ള ഒരു റിസൾട്ടായിരിക്കും നമുക്ക് ഈ സർവേ മെത്തേഡിലൂടെ കിട്ടുന്നത്. അതുകൊണ്ടാണ് അതിന് ഗുഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. ഫിഫ്ത്ത് പോയിൻറ്റ് പ്രീഷ്യസ് റിസൾട്ടാണ്. നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റാറ്റിസ്റ്റിക്കൽ സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യാം, അഡ്വാൻസ്ഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് യൂസ് ചെയ്യാം. അതുവഴി അതിൻ്റെ വാലിഡിറ്റിയും റിലയബിലിറ്റിയും ആക്യുറസി എല്ലാം തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ചെക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ എന്ന് പറയുന്നത് വളരെ പ്രീഷ്യസ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻസ് ആയിരിക്കും കിട്ടുന്നത്. ബയാസോ എറേഴ്സോ ഒന്നും ഇല്ലാത്തൊരു ഇൻഫർമേഷൻ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. സിക്സ്ത് പോയിൻറ്റ് ഫ്രീ ഫ്രം സ്റ്റാറ്റിസ്റ്റിക്കൽ എററാണ്. അപ്പോൾ സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള ഒരു സർവേ ആണ് നടത്തുന്നത്. അത് ഇൻവെസ്റ്റിഗേറ്ററിൻ്റെ പേഴ്സണൽ ബയാസ് ഒന്നും നടത്താൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ എന്താണ്? നമുക്ക് എറേഴ്സ് ഇല്ലാത്ത സ്റ്റാറ്റിസ്റ്റിക്കൽ എറേഴ്സ് ഇല്ലാത്ത ഇൻഫർമേഷൻസ് എന്ത് ചെയ്യാൻ പറ്റും? കളക്ട് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ സ്റ്റഡി എടുത്തുന്ന ഒരു ലാർജ് പോപ്പുലേഷനെയാണ്. അപ്പോൾ ഒരുപാട് പേരുടെ കയ്യിൽ നിന്ന് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷനിൽ എറർ കുറയ്ക്കാൻ കഴിയും. എറർ എന്ന് പറഞ്ഞാൽ എന്താണ്? തെറ്റുകൾ കുറയ്ക്കാൻ കഴിയും. അപ്പം ഒരു 100 പേരെ വെച്ച് സ്റ്റഡി നടത്തുന്നുള്ളൂ. അപ്പോൾ ആ 100 പേരും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ അണ്ടറിൽ വരുന്നവരാണെങ്കിൽ ഇവരെന്ത് ചെയ്യും? മറ്റ് പൊളിറ്റിക്കൽ പാർട്ടിയുമായിട്ട് എന്ത് ചെയ്യത്തുള്ളൂ? അവരുടെ കുറ്റങ്ങളോ അല്ലെങ്കിൽ അവരുടെ ദോഷങ്ങളൊക്കെ പറയത്തുള്ളൂ. ഇവരുടെ എന്തായിട്ടും നല്ല സപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളെ പറയത്തുള്ളൂ. പക്ഷെ നമ്മളൊരു 1000 പേരെയാണ് സ്റ്റഡി നടത്തുന്നത്. ഈ 1000 പേര് ഒരു പാർട്ടി വരണമെന്നില്ല. അവരെന്ത് ചെയ്യും? പല പല പാർട്ടിയിലുള്ളവരായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കറക്റ്റായിട്ട് ഒരു ഇൻഫർമേഷൻസ് കിട്ടാൻ സാധിക്കും. അതായത് ഫ്രീ എറർ ഇല്ലാത്ത ഒരു ഇൻഫർമേഷൻ കിട്ടാൻ സാധിക്കും. അപ്പോൾ പോപ്പുലേഷൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ്റെ എറർ എന്ത് ചെയ്യും? കുറയും. അതൊക്കെ ഇനി നിങ്ങൾ വരുന്ന ക്ലാസ്സുകളിലും ഇനിയുള്ള സെമസ്റ്ററിലൊക്കെ പഠിക്കും. എന്താണ് സ്റ്റാറ്റിസ്റ്റിക്കൽ എറർ എന്നൊക്കെ പഠിക്കും.
ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് നോ ചാൻസസ് ഓഫ് ഫയർ, നോ ചാൻസ് ഓഫ് ബയാസ്. അതാണ് പേഴ്സണൽ ബയാസ്. കൈകടത്തലുകളൊന്നും എന്ത് ചെയ്യത്തില്ല, ഉണ്ടാവത്തില്ല. ഇൻവെസ്റ്റിഗേറ്ററും അതുപോലെ തന്നെ റെസ്പോണ്ടൻസും ആയിരിക്കും. ഇൻവെസ്റ്റിഗേറ്ററിന് ഒരു തരത്തിലുള്ള പേഴ്സണൽ ബയാസും ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഇത്രയാണ് സർവേ മെത്തേഡിൻ്റെ മൊത്തത്തിലുള്ള അഡ്വാൻറ്റേജസ്. ഇനി സർവേ മെത്തേഡിൻ്റെ ഡിസ്അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻഫ്ലെക്സിബിൾ ഡിസൈൻ. അതായത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, മാറ്റം വരുത്താൻ സാധിക്കത്തില്ല. നമ്മൾ ഒരു 20 ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തെങ്കിൽ ആ 20 ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും നമ്മൾ എല്ലാവർക്കും കൊടുക്കുന്നത്. അപ്പോൾ ആ ക്വസ്റ്റ്യന് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ക്വസ്റ്റ്യൻ ഒന്നും മാറ്റാൻ പറ്റത്തില്ല. ഫ്ലെക്സിബിൾ ആയിരിക്കത്തില്ല, റിജിഡ് ആയിരിക്കും സർവേ മെത്തേഡ് എന്ന് പറയുന്നത്. ഡേറ്റ ഗാദർ ചെയ്യുന്നതും ഇൻഫർമേഷൻ ചെക്ക് ചെയ്യുന്നതും എല്ലാം എന്തായിരിക്കും, റിജിഡ് ആയിരിക്കും. അതിൻ്റെ സ്ട്രക്ചറിലൊന്നും ഒരു മാറ്റവും വരുത്താൻ പറ്റത്തില്ല. അടുത്ത നെക്സ്റ്റ് ഡിസഡ്വാൻറ്റേജസ് പോസിബിൾ ഇൻഅപ്രോപ്രിയേറ്റ് ക്വസ്റ്റ്യൻസ്. അതായത് ക്വസ്റ്റ്യൻസ് എപ്പോഴും സ്റ്റാൻഡേർഡ് ആയിരിക്കും, പക്ഷെ നമ്മൾ എന്ത് ചെയ്യത്തില്ല, ജനറൽ പോപ്പുലേഷന് എല്ലാവർക്കും ആ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാൻ പറ്റണമെന്നില്ല, ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. ദിസ് ജനറൽ ക്വസ്റ്റ്യൻ മേ നോട്ട് ബി അപ്രോപ്രിയേറ്റ് ഫോർ ഓൾ പാർട്ടിസിപ്പൻസ്. നമ്മൾ പൊതുവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്, പക്ഷെ ആ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ എല്ലാവർക്കും എന്ത് ചെയ്യണം, ഒരുപോലെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണമെന്ന് ഇല്ല. അതുകൊണ്ടാണ് പറയുന്നത് പോസിബിൾ ഇൻഅപ്രോപ്രിയേറ്റ് ക്വസ്റ്റ്യൻസിന് സാധ്യതയുണ്ട്. അടുത്ത നോ ഐഡിയൽ ഫോർ കോൺട്രവേഴ്സ്യൽ ഇഷ്യൂസ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോൺട്രവേഴ്സ്യൽ ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നിന്ന് ഒരു പബ്ലിക്കിൽ വലിയൊരു പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ അതിനെ പറ്റിയാണ് നമ്മൾ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നതെങ്കിൽ, ഇപ്പോൾ നമ്മൾ 100 പേരെ എടുക്കുന്നുള്ളെങ്കിൽ അതൊരു വിഭാഗം എന്തായിരിക്കും, ഭൂരിഭാഗം ആ ഇഷ്യൂവിനെ സപ്പോർട്ട് ചെയ്യുന്നവരായിരിക്കും. കുറച്ച് ഭാഗം എന്താണ്, ആ ഇഷ്യൂവിനെ സപ്പോർട്ട് ചെയ്യാത്തവരായിരിക്കും. അപ്പോൾ നമ്മൾ ഇൻഫർമേഷൻ മൊത്തം കളക്ട് ചെയ്യുന്നത് ആ ഇഷ്യൂവിനെ സപ്പോർട്ട് ചെയ്യുന്നവരുടെ എടുത്തുനിന്നാണെങ്കിൽ എന്ത് ചെയ്ത് നമ്മുടെ കിട്ടുന്ന ഇൻഫർമേഷൻ എന്താ ആക്യുറേറ്റ് ആവണമെന്ന് ഇല്ല. എന്താണ്, മറ്റവരിൽ നിന്ന് നമുക്കൊരു ഫീഡ്ബാക്കും എന്ത് ചെയ്യുന്നില്ല, കിട്ടുന്നില്ല. ഒരു അൺഫേവറബിൾ മാനറായിരിക്കും നമുക്കവിടെ കിട്ടുന്നത്. അതാണ് നോട്ട് ഐഡിയൽ ഫോർ കോൺട്രവേഴ്സ്യൽ ഇഷ്യൂസ്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആ ഇഷ്യൂസിനെ കുറിച്ച് എന്താണ് കറക്റ്റ് ഒരു ഇൻഫർമേഷൻ കിട്ടാൻ സാധ്യതയില്ല. നെക്സ്റ്റ് അൺക്ലിയർ ഡേറ്റ. അതായത് ക്വസ്റ്റ്യൻസ് എല്ലാം എന്ത് ചെയ്യണമെന്നില്ല, റെസ്പോണ്ടൻസിന് മനസ്സിലാവണമെന്നില്ല. അല്ലെങ്കിൽ നമ്മൾ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് കൊടുക്കുകയാണ്. നിങ്ങൾ എവിടം വരെ പഠിച്ചു, എന്ത് വരെ പഠിച്ചു, നിങ്ങൾ എന്ത് ജോലിയാണ് ചെയ്യുന്നത്. ചിലപ്പോൾ സെൽഫ് എംപ്ലോയിഡ് ആയിട്ട് ജോലി ചെയ്യുന്നവരും കാണും, അവരുടെയെങ്കിലും അണ്ടറിൽ നിന്ന് ജോലി ചെയ്യുന്നവരും കാണും. അപ്പോൾ ഇതിലേത് എന്ന് വെച്ചാൽ അവർ രണ്ടും ക്ലിക്ക് ചെയ്താൽ അല്ലെങ്കിൽ രണ്ടും ടിക്ക് ചെയ്താൽ നമുക്ക് ഏതാണെന്ന് കറക്റ്റായിട്ട് എന്ത് ചെയ്യത്തില്ല, മനസ്സിലാവത്തില്ല. അതാണ് അൺക്ലിയർ ഡേറ്റ എന്ന് പറയുന്നത്. അടുത്തത് നോ എൻകറേജ്മെൻറ്റ്. ഇൻ സർവേ ദ റെസ്പോണ്ടൻറ്റ് മേ നോട്ട് ഫീൽ എൻകറേജ്ഡ് ടു പ്രൊവൈഡ് ആക്യുറേറ്റ് ആൻഡ് ഹോണസ്റ്റ് ആൻസർ. അതായത് റെസ്പോണ്ടൻസിനോട് നമുക്ക് അവരെ എൻകറേജ് ചെയ്യാൻ പറ്റത്തില്ല. അതായത് നിങ്ങൾ ഇത്രയും നല്ല ഇൻഫർമേഷൻസ് തരൂ, അല്ലെങ്കിൽ ഹോണസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് തരൂ എന്ന് പറഞ്ഞ് നമുക്ക് അവരെ പുഷ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ചിലപ്പോൾ അവർ ലേസി ആയിട്ടായിരിക്കും ഇൻഫർമേഷൻസ് തരുന്നത്. ആ 20 ക്വസ്റ്റ്യൻ എന്ത് ചെയ്യണം, അറ്റൻഡ് ചെയ്യണമെന്ന് പോലും ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അവരെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, എൻകറേജ് ചെയ്യാൻ പറ്റത്തില്ല. എൻകറേജ് ചെയ്താൽ മാത്രമേ, ഇപ്പോൾ 20 ക്വസ്റ്റ്യനും ചെയ്തില്ല, നമ്മൾ പറയണം ഇത് ചെയ്തിട്ടില്ല, 19 ചെയ്തിട്ടുള്ളൂ, ഈ 20 കൂടെ ചെയ്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ 20 കറക്റ്റ് ആൻസർ കിട്ടും. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സർവേ മെത്തേഡിൽ അങ്ങനെ ഒരാളെ കൊണ്ട് പുഷ് ചെയ്ത് ആൻസേഴ്സ് ചെയ്യിപ്പിക്കാൻ പറ്റത്തില്ല. ലാസ്റ്റ് പോയിൻറ്റ് ലാക്ക് ഓഫ് ക്ലാരിറ്റിയാണ്. അതായത് അവർ തരുന്ന ഇൻഫർമേഷൻസ് മൊത്തം ക്ലാരിറ്റി ഉള്ളതാവണമെന്നില്ല, നമുക്ക് എന്ത് ചെയ്യണമെന്നില്ല, ക്ലിയർ ആയിട്ട് മനസ്സിലാവണമെന്നില്ല. റെസ്പോണ്ടൻറ്റ് നോട്ട് ബി fully aware of reason for any given answer because the lack of clarity on the subject. ചില സബ്ജക്റ്റിനെ കുറിച്ച് അവർക്ക് നല്ല ക്ലാരിഫൈഡ് ആയിരിക്കത്തില്ല, പക്ഷേ അവരെന്ത് ചെയ്യും, ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്താൽ പോകാം എന്ന് വെച്ച് അതൊന്ന് ഫില്ല് ചെയ്യും. അത് നമുക്ക് ലാക്ക് ഓഫ് ക്ലാരിറ്റിയാണ്. കറക്റ്റ് അവർക്ക് ഇൻഫർമേഷൻ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഡേറ്റ എന്തായിരിക്കും, എറർ ആയിരിക്കും. അപ്പോൾ ഇത്രയാണ് സർവേ മെത്തേഡിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആയിട്ടും ഉള്ളത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ, ഇത്രയും നോക്കുന്നുള്ളൂ, കാരണം ക്ലാസ് ഒരുപാട് ലെന്തായി പോകുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് ഓഫ് കളക്ടിങ് ബിസിനസ് ഇൻഫർമേഷൻ്റെ ഫസ്റ്റ് പ്രൈമറി ഡേറ്റയുടെ സർവേ മെത്തേഡ് മാത്രമേ നമ്മൾ നോക്കിയുള്ളൂ. ഇനി ഇൻ്റർവ്യൂ മെത്തേഡ്, ഒബ്സർവേഷൻ മെത്തേഡ്, ഫോക്കസ് ഗ്രൂപ്പ് ഇൻ്റർവ്യൂ മെത്തേഡ്, അതുപോലെ തന്നെ സെക്കൻഡറി ഡേറ്റ എന്താണ്, പിന്നെ പ്രൈമറി ഡേറ്റയും സെക്കൻഡറി ഡേറ്റയും എന്താണ്, ഇതോടെ പഠിച്ചാൽ ഈ ഒരു പോർഷൻ കംപ്ലീറ്റ് ആവും. അപ്പം നെക്സ്റ്റ് ക്ലാസ് ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ക്ലാസ്സിൽ എല്ലാവർക്കും എല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.